മദർ തെരേസ പറയാറില്ലേ, ഞാൻ എല്ലാ ദിവസവും അർപ്പിക്കുന്ന പങ്കുചേരുന്ന വിശുദ്ധ കുർബാനയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ശക്തിയാണ് ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ വഴിയരി കിടക്കുന്നവനെ തൊടാനും എടുക്കാനും കഴുകാനും അവന് ഭക്ഷണം കൊടുക്കുവാനും വസ്ത്രം ധരിപ്പിക്കാനും അവനോട് കരുണ കാട്ടാനും എന്നെ സഹായിക്കുന്നത് ഞാൻ അതിരാവിലെ പങ്കുചേരുന്ന വിശുദ്ധ കുർബാനയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ശക്തിയാണ്. എൻ്റെ ആത്മീയ ശക്തി എന്ന് പറയുന്നത് എൻ്റെ ആരാധനയിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ ഞാൻ സ്വീകരിക്കുന്ന ശക്തിയാണ്. അതാണ് മദർ തെരേസ. ഇത് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് പള്ളിക്കുള്ളിൽ, പള്ളിയുടെ 4 ചുറ്റുകെട്ടിനുള്ളിൽ, മതിലിനുള്ളിൽ സംഭവിക്കേണ്ടുന്ന ഒരു കാര്യമല്ല. പള്ളിക്ക് പുറത്തും വിശുദ്ധ കുർബാന നടക്കണം. ഇവിടെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു ആത്മീയ ശക്തി, ഒരു അനുഭവം, ഒരു സന്തോഷവും ആനന്ദവും ഒക്കെ പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അത് തുടരാൻ സാധിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ബലി. ബലി പള്ളിക്കുള്ളിൽ അവസാനിക്കുന്നില്ല, പള്ളിക്ക് പുറത്തേക്ക് അത് തുടരുകയാണ്. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ. നമ്മുടെ എല്ലാ ചാരിറ്റി വർക്ക്സും, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളും, നമ്മുടെ ജീവിതവും ജീവിത സാക്ഷ്യങ്ങളും എല്ലാം ഈ വിശുദ്ധ കുർബാനയുടെ എക്സ്റ്റൻഷനാണ്. പള്ളിയിൽ അവസാനിക്കുന്ന വിശുദ്ധ കുർബാന എന്നല്ല, പള്ളിക്ക് പുറത്തും ഞാൻ വിശുദ്ധ കുർബാന ജീവിക്കുകയാണ്. ഇതെന്നെ സ്വാധീനിച്ചിട്ടുള്ള, എനിക്ക് ശക്തി നൽകിയിട്ടുള്ളത് പുറത്തേക്കിറങ്ങി പല കാര്യങ്ങളും ചെയ്യാനും ഒക്കെ ഇടയാക്കുന്നത് ഈ വിശുദ്ധ കുർബാനയുടെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയിലാണ്.